ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നൊരു മീൻ ക്ലീൻ ചെയ്യണ വീഡിയോ ആണ്. വങ്കട എന്ന് പറയുന്ന മീനാണ്. അതിന് നമ്മൾ ഇതുപോലെ തലഭാഗത്ത് കൈവച്ച് ഈ കഴുത്തിൻ്റെ അവിടെയും കൂടെ പിടിച്ചു കൊടുത്ത് വെളുത്തെടുക്കുക. ഇതുപോലെ ഇതിന് ഇത്തിരി കട്ടി കൂടിയ മീനാണ്. അപ്പോൾ നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കുക. ആ കഴുത്തിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് ഞാൻ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുവേ. നിങ്ങൾക്ക് സ്കിന്ന് ഇവിടെ കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ്. ഇപ്പോൾ സ്കിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോളോ ചെയ്യുക. ഈ ചിറകുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടി കൂടിയ ചിറകുകളാണ്. നമ്മളൊന്ന് ബലം പിടിച്ച് വേണം കട്ട് ചെയ്യാൻ. ഈ സൈഡുള്ള ചിറവുകളൊക്കെ നമ്മളൊരു കത്തി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാൻ പാടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ടിയുള്ള ചിറകുകളൊക്കെ കത്തി വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ തൊലി പൊളിക്കുന്നതിന് മുന്നേ ഈ രണ്ട് സൈഡും ഉള്ള ചിറവുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കാൻ പറ്റും. ഇത് മറ്റേ സൈഡാണ്. ഇതുപോലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കയ്യിൽ പെടാതെ നോക്കി വേണം ചെയ്യാൻ. വീട്ടിലൊക്കെ ആണെങ്കിൽ അറപ്പത്തി എന്ന് പറയും. ഈ അരിയണ നമ്മൾ ഇരുന്നിട്ട് മുറിക്കാൻ പറ്റണ ഒരു സംഭവമുണ്ട്, അറപ്പത്തി എന്ന് പറഞ്ഞിട്ട്. ആ അറപ്പത്തിയൊക്കെ ഇട്ടാണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കിച്ചണിൽ നമുക്ക് ഇങ്ങനെ സിസേഴ്സ് വെച്ച് മാത്രമേ നമുക്കൊക്കെ ചെയ്യാനുള്ള സൗകര്യമുള്ളൂ, ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക്. ഈ കഴുത്തിൻ്റെ ഭാഗത്തിലുള്ള ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ആ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ഈ പീസ് നമുക്ക് കറിയിൽ ഉൾപ്പെടുത്താം. അതിൽ നല്ല ഫ്ലഷ് ഉള്ള ഭാഗമാണ്. ഇതുപോലെ രണ്ട് കഷ്ണമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ചട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ നമുക്ക് ഇതുപോലെ നല്ല വെള്ളം ഇട്ട് നമുക്ക് അതിനകത്ത് കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ പിടിച്ചു വയ്ക്കുക. അതുപോലെ നമ്മൾ ഇടത് കൈയിൽ തള്ളവിരൽ നമ്മളിങ്ങനെ ആ ചതയ ഭാഗം പിടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് എളുപ്പത്തിന് നമുക്ക് എടുക്കാൻ പറ്റുമേ. ഈ വയറ്റിനകത്തുള്ളതൊക്കെ നമ്മൾ ഈ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഒറ്റ ഒരു ഇളുപ്പിൻ്റെ കാര്യമേ ഉള്ളൂ. നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങുക. നമ്മൾ ഇടത് കൈയിൽ തള്ളവിരൽ വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇടത് കൈയിൽ ആ തള്ളവിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് പീസാക്കാം. പണ്ടൊക്കെ ഇങ്ങനെ മീനൊക്കെ അമ്മ കഴിയുമ്പോൾ നമ്മളിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അതൊരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഉള്ള ഒരു സംഭവമാണ്. അമ്മയ്ക്ക് ജോലിയുണ്ട്. അപ്പോൾ അമ്മ ജോലിക്കൊക്കെ പോയിട്ട് രാത്രിയാണ് വരണേ. അപ്പോൾ വന്നതിന് ശേഷം ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി കിട്ടുന്ന സമയമാണ്. അമ്മ ഈ രാത്രിയിലാണ് മീൻ കഴുകണം. ഞങ്ങളുടെ വീട്ടിൽ എന്നും മീൻ മേടിക്കും. അപ്പോൾ അതൊക്കെ നോക്കി അമ്മ മീൻ കഴുകണതൊക്കെ ഞങ്ങൾ നോക്കിയിരുന്ന് അന്നത്തെ കാര്യങ്ങളും ആ കഥകളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ഈ മീൻ അർപ്പത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു പഴയ ഓർമ്മകളാണ് വരുന്നത്.
അപ്പോൾ നമ്മൾ പിന്നെ ഓരോ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കുക. കട്ട് ചെയ്ത കഷ്ണങ്ങൾ ആ കഴുത്തിൻ്റെ ആ ഒരു വയറ്റിൻ്റെ ഭാഗം മൊത്തം ഒരു ചോരയും ഒരു ഇതൊക്കെ ആയിരിക്കും. നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഓരോ പീസായിട്ട് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക. നമ്മൾ മീൻ കഴുകണം മാത്രമല്ല, പിന്നെ ആ സിങ്കൊക്കെ ക്ലീൻ ചെയ്യണത് ഒരു വലിയൊരു സംഭവമാണ്. നല്ല വൃത്തിക്ക് ആ മീനിൻ്റെ മണമൊക്കെ പോണ രീതിക്ക് നന്നായിട്ട് സോപ്പിട്ട് ആ ചോരയുടെ ഒരു മണവും കാണാൻ പാടില്ല. നന്നായിട്ട് സിങ്കും കളയണം. അങ്ങനെ നമ്മൾ ഒരു 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. നമ്മൾ കറിയൊക്കെ കൂട്ടിയതിന് ശേഷം നമുക്ക് മീൻ വറക്കിയിട്ട് മീൻ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോക്സിൽ സേവ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.